മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങൾ ചെയ്യുന്ന അധ്വാനങ്ങൾക്ക് വിജയം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിന്റെ ദിവസങ്ങളില് ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ കൂടുതൽ അനുഗ്രഹദായകമായ വിധത്തിൽ ഒരുങ്ങുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോയാണ് നമ്മുടെ രക്ഷകൻ. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് പിറക്കണമെന്നുള്ള ഒരാഗ്രഹവും ഒരു ബോധ്യവും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ താൻ ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ദൗത്യത്തെക്കുറിച്ച്, ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, പീഡാനുഭവത്തെക്കുറിച്ച് നല്ല ബോധ്യത്തിന്റെ നടുവിൽ നിന്നാണ് ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്തയും മനോഭാവവും ഇതുതന്നെയായിരിക്കണം. എന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കാം, ദുരിതങ്ങൾ ഉണ്ടായിരിക്കാം, സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ആനന്ദിക്കണം. ഈ ആനന്ദം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളില്, നമ്മുടെ വേദനയുടെ നിമിഷങ്ങളില്, സഹനങ്ങളുടെ നിമിഷങ്ങളില് നമുക്ക് ആനന്ദിക്കുവാനായിട്ട് സാധിക്കുമോ? ഈ ലോകത്തിൽ ആർക്കാണ് നമുക്ക് ആനന്ദം നൽകാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ സങ്കടങ്ങൾ മാറ്റിക്കളയാനായിട്ട് സാധിക്കുന്നത് അത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളും സഹനങ്ങളും മാറ്റിത്തരുവാനായിട്ട് സാധിക്കുന്നു എങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവിൽ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സഹനങ്ങളില്, വേദനകളില്, കഷ്ടപ്പാടുകളില് ഉള്ളിൽ ആനന്ദമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രവർത്തിക്കണം. ആത്മാവ് പ്രവർത്തിക്കുന്നത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരിലാണ്. ഈശോയുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആ വചനത്തിനനുസൃതമായ ഒരു ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും നയിക്കുന്നത് എങ്കിൽ ആത്മാവിൽ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. സങ്കടങ്ങളിലും വേദനകളിലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്? ഓരോ ദിവസവും നമ്മൾ ജോലി എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പറമ്പിലിറങ്ങി കൃഷി ചെയ്ത് അതിൽ നിന്ന് സമ്പാദ്യമുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടല്ലേ? നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം, ഒരു ആനന്ദം ലഭിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം. പക്ഷെ നമ്മൾക്ക് ഇത്രയും അധ്വാനിച്ചിട്ടും, നമ്മൾക്ക് ഇത്രയും പ്രവർത്തിച്ചിട്ടും ഒരു സന്തോഷവും സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സന്ദേശവും സന്തോഷം, സമാധാനമല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളില്, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണം. പരിശുദ്ധ അമ്മയില് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് ഈശോ വന്ന് അവളുടെ ഉദരത്തിലേക്ക് പിറക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ
സങ്കടത്തിലായിരുന്ന എലിസബത്തിന്റെ ഭവനവും സന്തോഷത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ കാണുകയാണ്. ശിഷ്യന്മാര് ഈശോയുടെ മരണശേഷം ഒത്തിരി സങ്കടത്തിലും വേദനയിലുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുകയാണ്. ഈ ആത്മാവിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞു കഴിഞ്ഞാല് പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളും ദുഃഖങ്ങളും മാറി സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ഇതായിരിക്കണം: പരിശുദ്ധാത്മാവെ, എന്നെ സന്തോഷിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നിൽ നിറയണമേ. ആത്മാവ് നമ്മളിൽ നിറയണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നിറയണമെങ്കിൽ ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് ഈ പരിശുദ്ധ അമ്മ ദൈവഹിതം നിറവേറ്റുവാനായിട്ട് തയ്യാറായപ്പോഴാണ്. നമ്മുടെ ഉള്ളിലും ദൈവഹിതം നിറവേറ്റാനായിട്ട് തയ്യാറായാല് നമ്മിലും പരിശുദ്ധാത്മാവ് നിറയും. യഥാർത്ഥ ആനന്ദവും യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സമാധാനവും നമ്മിലും നമ്മുടെ കുടുംബത്തിനും ലഭിക്കും. കരങ്ങളെ യാചനയോടെ പഠിച്ച് പരിശുദ്ധാത്മാവെ, എന്നിൽ നിറയണമേ, എന്റെ കുടുംബത്തിൽ നിറയണമേ, സന്തോഷം നൽകണമേ, സമാധാനം നൽകണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. ആനന്ദം ഇവർക്ക് നൽകണമേ. ഇവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഇവരെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഈശോയെ, ഇവരെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ ഇന്നത്തെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജോലിയിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ബിസിനസ്സിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ കൃഷിയിടങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ പഠനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഈശോയെ, ഇവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തി അനുഗ്രഹത്തിലേക്ക് ഉയർത്തണമേ. ഇവരിലോ ഇവരുടെ കുടുംബങ്ങളിലോ ഇവരുടെ അധ്വാന മേഖലകളിലോ ഏതെങ്കിലും തിന്മയുടെ ശക്തികളോ പൈശാചിക അരൂപികളോ ദുരാത്മശക്തികളോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും അരൂപികളെയും ദിവികാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസം അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.